ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ചിക്കനോ മുട്ടയോ ബീഫോ ഒക്കെ വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഇതൊന്നുമില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു പലഹാരത്തിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു 3 സബോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സബോള കട്ട് ചെയ്തതിന് ശേഷം കൈവച്ചിട്ടൊന്ന് തിരുമ്മിയിട്ട് ഇതുപോലെ ഒറ്റയായിട്ട് എടുത്തിട്ടാണ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഒരു ഉരുളക്കിഴങ്ങ് നല്ല വലുതാണ്. അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലിട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 പീസ് ചിക്കൻ, ഇതുപോലെ എല്ലില്ലാത്ത പീസാണ്. ഉപ്പും കുരുമുളകും ഇട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. അതൊന്ന് ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബീഫ് ഉണ്ടെങ്കിൽ ബീഫ് ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിൽ ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്നിച്ച് ചതച്ചതാണ്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇതുപോലെ 1 സ്പൂൺ അളവിൽ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ മൈദയാണ്. ഞാനിവിടെ നിറയെ എടുത്തിട്ടുണ്ട്. മൈദക്ക് പകരം ഗോതമ്പ് പൊടിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മൈദയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിലേക്ക് എത്ര വെള്ളം വേണ്ടി വരും എന്നുള്ളത് മനസ്സിലാവും. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം വീണ്ടും ഒന്ന് കുഴച്ചിട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് കുഴച്ചതിന് ശേഷം പോരാതെ വരുവാണെങ്കിൽ മാത്രം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എനിക്കിപ്പോൾ ആകെ വേണ്ടി വന്നിട്ടുള്ളത് 1/2 കപ്പ് വെള്ളമാണ്. വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ പരുവം തെറ്റിപ്പോവും. ഒരുപാടങ്ങ് ലൂസും ആവരുത് ഈ ഒരു കൂട്ട്, അതുപോലെ നല്ല ടൈറ്റും ആവരുത്. അപ്പോൾ ഇതിൻ്റെ ഇടത്തരം പരുവത്തിൽ ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മുടെ കൈ രണ്ടും ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി എടുക്കുകയോ ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലൊന്ന് ബോൾ ഷേപ്പിലാക്കിയിട്ട് കൈയുടെ ഉള്ളങ്കയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ മുഴുവൻ മാവിലും ചെയ്ത ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒരുപാട് ഒഴിച്ചു കൊടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഫ്ലെയിം കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും പുറം ഭാഗം, അതുപോലെ അകം വെന്ത് കിട്ടുകയില്ല. ഫ്ലെയിം കുറഞ്ഞു പോയാൽ നന്നായിട്ട് വാടിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് എത്ര എണ്ണമാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അത്രയും സമയം വരെ ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എങ്കിലേ എല്ലാം ഒരുപോലെ കിട്ടുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ ചിക്കൻ കൊണ്ടുള്ള നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.